ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടീച്ചറിൻ്റെ മക്കളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്ക് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത്. സഹനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിക്കൊണ്ട് സഹനങ്ങളിലൂടെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് കയറിപ്പോയ വിശുദ്ധ അൽഫോൻസാമ 4 ചുവരുകൾക്കുള്ളിൽ ആയിരുന്നു കൊണ്ട് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ നേടിയെടുക്കുവാൻ സാധിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പാപകരമായൊരു ജീവിതം നയിച്ചിട്ട് ആ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നേടിക്കൊണ്ട് വിശുദ്ധിയുടെ പരമോന്നതയിലേക്ക് എത്തിച്ചേർന്ന വിശുദ്ധ അഗസ്തീനോസ്, ഇങ്ങനെ അനേകം വിശുദ്ധർ. ഇവരെല്ലാവരും എങ്ങനെ വിശുദ്ധരായി? ഈ ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇവർക്കൊക്കെ എങ്ങനെ വിശുദ്ധരാകാൻ കഴിഞ്ഞു? എങ്കിൽ നമുക്കും വിശുദ്ധരാകാൻ സാധിക്കില്ലേ? എങ്ങനെ വിശുദ്ധരാകാൻ കഴിഞ്ഞു? അൽഫോൻസേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം മരിക്കുന്നത് സന്തോഷമാണോ? മദറേ, ഇങ്ങനെ കിടന്ന് മറ്റുള്ളവരെ ഭാരപ്പെടുത്താതെ മരിച്ചുകൊള്ളട്ടെ എന്ന് ചിലപ്പോൾ വിചാരിക്കാറുണ്ട്. എങ്കിലും മറ്റവസരങ്ങളിൽ ദിവ്യനാഥൻ തനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വത്സല മക്കളിൽ നിന്ന് അനുഭവിക്കുന്ന ദ്രോഹങ്ങൾ ഓർക്കുമ്പോൾ ഇതിൽ കൂടുതലായ വേദനകൾ ലോകാവസാനം വരെ സഹിച്ചുകൊള്ളാമെന്ന് വിചാരിക്കും. സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. സഹിക്കാൻ എന്തെങ്കിലും ലഭിക്കാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ കൊലപാതകിയായ ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പിലാവാൻ പോവത്രേ. അയാളത് അർഹിക്കുന്നു. കുറെ പേരെ കൊന്ന അവനോട് യാതൊരു ദാക്ഷിണ്യവും പാടില്ല. ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നാ കേട്ടത്. കുമ്പസരിപ്പിക്കാൻ വന്ന വൈദികനെ പോലും തിരസ്കരിച്ചു. കൊച്ചു, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആ ഫ്രാൻസിനെ കുറിച്ച് ഓർത്തിട്ടാണോ? യേശു മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവം തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കൊച്ചു, നിനക്ക് 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നത്? ഇല്ല സെലീൻ, ആ ആത്മാവിനു വേണ്ടി എന്റെ ഹൃദയം വേദനിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പ്രാർത്ഥന തീർച്ചയായും യേശു കേൾക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സെലീൻ, ദയവു ചെയ്ത് ഇത് വികാരിയച്ഛന് കൊടുത്തിട്ട് ഫ്രാൻസിനിയുടെ ആത്മാവിനു വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറയാമോ? ബൈബിളിൽ നമ്മൾ അങ്ങയുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും യോഗ്യത ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, ഫ്രാൻസിനിയുടെ കരുണ കാണിക്കണേ. സാധാരണ ഒരു മനുഷ്യന് അവൻ്റെ കഴിവുകൾ കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുമോ? സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്ത് വേണം പിന്നെ? ദൈവത്തിൻ്റെ വിശിഷ്ടമായൊരു ദാനം കൂടാതെ ഇത്തരത്തിലൊരു ജീവിതം ജീവിച്ച് വിശുദ്ധിയിലേക്ക് എത്തുവാൻ മനുഷ്യന് സാധിക്കുകയില്ല. ദൈവം നൽകുന്ന ഈ ഒരു ദാനത്തെ പറയുന്ന പേരാണ് ദൈവിക ജീവൻ അല്ലെങ്കിൽ പ്രസാദവരം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രസാദവരത്തെക്കുറിച്ചാണ്. പ്രസാദവരം എന്താണ്? ഗ്രേസ്, ചൈതന്യം, നന്മ ദാനമായി ലഭിക്കുന്നത് എന്നെല്ലാം പ്രസാദവരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രസാദവരത്തിൻ്റെ മറ്റർത്ഥങ്ങൾ. എന്നാൽ എന്താണ് ശരിക്കും പ്രസാദവരം? ദൈവിക ജീവനിലുള്ള പങ്കുചേരൽ അസാധാരണമായ കാര്യങ്ങൾ പോലും നിസ്സാരമായി ചെയ്യുവാൻ ഒരു വ്യക്തിയെ സജ്ജമാക്കുന്നു. ദൈവസമക്ഷം മനോഹരവും ശ്രേഷ്ഠവുമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവിക പ്രസാദവരം ഓരോ വ്യക്തിയെയും സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പ്രസാദവരം ഉണ്ടെങ്കിൽ ദൈവസമക്ഷം മനോഹരവും ശ്രേഷ്ഠവുമായൊരു ജീവിതം ജീവിക്കുവാൻ നമുക്കും സാധിക്കില്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾക്കും വിശുദ്ധരായിക്കൂടെ?
അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടത് പ്രസാദവരം എന്താണെന്നാണ്, അല്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു സംഭവം നമ്മൾ അനേകം തവണ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഈശോ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു സംഭാഷണം തന്നെയാണ് കിണറ്റിൻകരയിൽ വെച്ച് ഈശോ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത്. ഈശോ അതിൽ പറയുന്ന എത്ര പ്രബോധനങ്ങളുണ്ടെന്നറിയോ. അതൊന്ന് നമ്മൾ വിപുലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തേക്കുള്ള ധ്യാന വിഷയമായി പോലും നമുക്ക് എടുക്കാൻ സാധിക്കുന്ന അത്രയ്ക്കും വിശദമായി വിപുലമായ ഒരു കാര്യമാണ് ഈശോ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സമരിയാക്കാരി സ്ത്രീയോട് പങ്കുവെക്കുന്നത്. Give me to drink. How is it that thou, a Jew, askest drink of me, which am a woman of Samaria? The Jews have no dealings with the Samaritans. If thou knewest the gift of God, and who it is that saith to thee, give me to drink, thou wouldst have asked of him, and he would have given thee living water. Sir, thou hast nothing to draw with. The well is deep. From whence then hast thou this living water? Art thou greater than our father Jacob, who gave us this well, and drank thereof himself and his children and his cattle? Whosoever drinketh of this water shall thirst again. But whosoever drinketh of the water that I shall give him shall never thirst. The water that I shall give him shall be in him a well of water springing up into everlasting life. Sir, give me of this water, that I thirst not, neither come hither to draw. Go, call thy husband, and come hither. I have no husband. Thou hast well said, I have no husband. For thou hast had 5 husbands. Sir, I perceive that thou art a prophet. Our fathers worshipped in this mountain. And ye say that it is in Jerusalem that men ought to worship. Woman, believe me, the hour cometh when ye shall neither in this mountain, nor yet at Jerusalem, worship the Father. Ye worship ye know not what. We know what we worship, and salvation is of the Jews. And the hour cometh, and now is, when the true worshippers shall worship the Father in spirit and in truth. For the Father seeketh such to worship him. For unto such hath God promised his Spirit, and they who worship him must worship in spirit and in truth. I know that Messiah cometh, which is called Christ. And when he is come, he will tell us all things. I that speak unto thee am he. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും? പ്രസാദവരം ദൈവിക ദാനമാണ്. പ്രസാദവരം ലഭിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കും. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവിക ജീവനാണല്ലോ. ഈ ദൈവിക ജീവൻ ലഭിക്കുവാൻ ഈശോയെ സ്വന്തമാക്കാം.
ഈശോ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്നും ഈശോയെ സ്വന്തമാക്കുന്ന ഓരോരുത്തരും നിത്യജീവിതം പ്രാപിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാകുന്നു. ഈ പ്രസാദവരം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു അല്ലേ? ഈ കഥയിലൂടെ നമുക്കിതെല്ലാം മനസ്സിലായി. പ്രസാദവരം 2 തരത്തിലുണ്ട്: ശുദ്ധീകര പ്രസാദവരവും പ്രവർത്തക പ്രസാദവരവും. ശുദ്ധീകര പ്രസാദവരം എന്ന് പറഞ്ഞാൽ സ്വഭാവാതീതമായ ഒരു ദൈവിക ദാനമാണ് ശുദ്ധീകര പ്രസാദവരം. ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ചത് ശുദ്ധീകര പ്രസാദവരത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. എന്നാൽ അവർ പാപം ചെയ്യുക മൂലം ദൈവിക ജീവൻ അവരിൽ നിന്ന് നഷ്ടപ്പെടുകയും അവരിൽ നിന്നുണ്ടായ സന്തതി പരമ്പരകൾക്ക് ദൈവിക ജീവൻ ഇല്ലാതായി തീരുകയും ചെയ്തു. We may eat the fruit of the tree. Gave me of the tree, and I ate. What is this you have done? The serpent deceived me, and I ate. Serpent, because you've done this, you are more cursed than all cattle, and more than every beast of the field. On your belly you shall go, and you shall eat dust all the days of your life. And I will put enmity between you and the woman, and between your seed and her seed. He shall bruise your head, and you shall bruise his heel.
വീണ്ടും തിരിച്ച് അതേ പ്രസാദവരം മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ദൈവമക്കളിൽ നൽകുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി അവതാരമെടുക്കേണ്ടി വന്നു. ദൈവപുത്രനായ ഈശോ വീണ്ടും നമ്മെ ഓരോരുത്തരെയും ദൈവിക ജീവനിലേക്ക് ആനയിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവിക ജീവൻ പകർന്നു നൽകുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ശുദ്ധീകര പ്രസാദവരം നമ്മെ ദൈവത്തിൻ്റെ പുത്രന്മാരാക്കി തീർക്കുന്നു, സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്നു, ദൈവത്തിൻ്റെ ആലയമാക്കി തീർക്കുന്നു. മാമോദീസായിലൂടെയാണ് നമുക്ക് ശുദ്ധീകര പ്രസാദവരം ആദ്യമായി ലഭിക്കുന്നത്. എന്നാൽ പാപത്തിൽ പെട്ടുവീഴുമ്പോൾ ശുദ്ധീകര പ്രസാദ അവസ്ഥയിൽ നിന്ന് പലപ്പോഴും അകന്നകന്നു പോകുന്നു. നമ്മളിൽ നിന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ദൈവിക ജീവൻ വീണ്ടെടുക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായി അനുദപിച്ച് അനുരഞ്ജന കൂദാശയിലൂടെ, കുംഭസാരത്തിലൂടെയാണ് നമുക്ക് ദൈവിക ജീവൻ വീണ്ടും ലഭ്യമാക്കി തരുന്നത്. അങ്ങനെ കുംഭസാരത്തിലൂടെ നേടിയെടുക്കുന്ന ദൈവിക ജീവൻ മറ്റ് കൂദാശകളിലൂടെ ബലപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂദാശകളെല്ലാം ദൈവിക ജീവൻ്റെ നീർച്ചാലുകളാണ്, പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകളാണ് എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ പ്രസാദവരമാണ് പ്രവർത്തക പ്രസാദവരം. സ്വഭാവാതീതമായ ദൈവിക ദാനമാണ് പ്രവർത്തക പ്രസാദവരം. നന്മയെ മുറുകെ പിടിക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും ഒരുവൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കുന്നതാണ് പ്രവർത്തക പ്രസാദവരം. അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ഒരുവനെ ഒരുക്കുന്നതാണ് പ്രവർത്തക പ്രസാദവരം. ഓരോരുത്തരുടെയും രക്ഷ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സവിശേഷ ദാനമാണ് പ്രവർത്തക പ്രസാദവരം. നന്മയ്ക്കായുള്ള നമ്മുടെ യജ്ഞങ്ങൾക്ക് ദൈവസഹായം കൂടിയേ തീരൂ എന്നതിൻ്റെ പ്രകടമായ ഭാവമാണിത്. ശുദ്ധീകര പ്രസാദവരം ഇല്ലാത്തവർക്കും നഷ്ടപ്പെട്ടവർക്കും അത് ലഭിക്കുവാൻ പ്രവർത്തക പ്രസാദവരം സഹായിക്കുന്നു, ജീവിത പരിവർത്തനം സാധ്യമാക്കുന്നു. ശുദ്ധീകര പ്രസാദവരത്തിൽ നിലനിൽക്കുവാൻ പ്രവർത്തക പ്രസാദവരം നമ്മളെ സഹായിക്കുന്നു. ഇനി ശുദ്ധീകര പ്രസാദവരം നേടിയെടുക്കാൻ സാധിക്കാത്ത, ശുദ്ധീകര പ്രസാദവരം ലഭിച്ചിട്ടില്ലാത്തവർക്കും പ്രവർത്തക പ്രസാദവരം നേടിയെടുക്കുവാൻ സാധിക്കും. പ്രവർത്തക പ്രസാദവരം ശുദ്ധീകര പ്രസാദവരത്തിലായിരിക്കുന്നവരെ അതിൽ തന്നെ നിലനിർത്തുവാനും സഹായിക്കുന്നു. അപ്പോൾ പ്രവർത്തക പ്രസാദവരം നേടിയെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. പ്രാർത്ഥനയിലൂടെ, സൽകൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, സച്ചിന്തകളിലൂടെ, ഉപദേശങ്ങൾ കേൾക്കുന്നതിലൂടെ, അത്യാഹിതങ്ങൾ, ക്ലേശങ്ങൾ, രോഗങ്ങൾ തുടങ്ങിയ ജീവിത അനുഭവങ്ങളിലൂടെയെല്ലാമാണ് പ്രവർത്തക പ്രസാദവരം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നത്. ജീവിതാനുഭവങ്ങളെ പ്രവർത്തക പ്രസാദവരത്തിൻ്റെ അവസരങ്ങളായി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. Their purpose is to dispense God's grace. But what exactly is grace? That's what we're here to talk about. Grace is a gift from God, freely given and undeserved. There are two types of grace, sanctifying and actual. Sanctifying grace is the type that is received specifically from the sacraments. Sanctifying grace is literally God's own life within us. This not only strengthens us against temptation, but also is pleasing to God. Without sanctifying grace in our souls, we cannot enter heaven. The next type of grace is actual grace. Actual grace is sent to us in specific circumstances to fight temptation. For example, let's say a boy has the temptation to steal a cookie. He knows it's wrong, but really wants one. God sends him actual grace in order to combat that temptation and help him choose what is right. Whenever we are faced with temptation, we have two choices. Actual grace is a supernatural shove in the right direction. Grace is extraordinarily important in our spiritual lives. Imagine for a moment that you were going into a battle. You wouldn't go into battle without the right kinds of weapons and equipment, and if you left these weapons, you would not last long. Grace is our spiritual equipment, sent from God to help us get through our daily battles. You can picture sanctifying grace as the weapons and equipment we obtain as regularly as possible to prepare for the coming battles of temptation. Actual grace is the emergency supplies sent directly from headquarters when we've been ambushed. Together, the two types of grace help us to live and maintain a daily Christian life. So that's grace. If you have any questions,
ഒരു കാര്യം ടീച്ചർ നിങ്ങളോട് ചോദിക്കട്ടെ. ഒന്നാമത്, പരീക്ഷയിൽ തോറ്റുപോയ ഒരു കുട്ടി ആ കുട്ടിയോട് പറയുവാണ്, എടാ നീ ഇനി ഇങ്ങനെ പഠിക്കാൻ പോയി പൈസയൊന്നും കളയേണ്ട കാര്യമില്ല, ഇതുപോലെയെല്ലാം പൈസ കളഞ്ഞ് ചുമ്മാ പരീക്ഷ എഴുതി പരീക്ഷയെ തോറ്റത്, അതിനേലും നല്ലത് നീ എവിടെയെങ്കിലും പോയി ഒരു പണിയെടുത്തൊക്കെ ജീവിക്കാൻ നോക്ക് എന്ന് പരീക്ഷയിൽ തോറ്റുപോയ ഒരു കുട്ടീനെ ഉപദേശിക്കുന്ന സക്കറിയ. രണ്ടാമത്, ആക്സിഡൻറ്റിൽ പെട്ട് ചികിത്സിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന മാത്യുവിനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം മാത്യു, നിൻ്റെ കാര്യമെല്ലാം ശരിയാകുമെന്ന് മാത്രം പറയുന്ന അയൽക്കാർ. മൂന്നാമതായി, നിർധനനായ ഒരു കുട്ടിക്ക് വേണ്ടി തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് അവന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന തോമസ്. ഈ 3 പേരെയും നമുക്കൊന്ന് വിശകലനം ചെയ്താലോ. ഒന്നാമതായി സക്കറിയ ഉപദേശിക്കുന്നു. സക്കറിയയ്ക്ക് ഉപദേശിക്കുന്നത് നല്ലൊരു കാര്യമാണ് ഉപദേശിച്ചത്, അല്ലേ, ജോലിക്ക് പൊക്കോളൂ എന്നെല്ലാം പറയുന്നു. ഉപദേശിക്കുന്ന ഒരു സക്കറിയയെ നമുക്കിവിടെ കാണാം. എങ്കിലും ഒരാത്മബലം സക്കറിയ ഇവിടെ കൊടുക്കുന്നുണ്ടോ ആ കുട്ടിക്ക്? മോനെ, നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി പ്രവർത്തിക്കൂ, പ്രാർത്ഥിച്ചൊരുങ്ങി നീ ഒന്ന് നന്നായിട്ട് പഠിക്കുവാൻ ശ്രമിക്കൂ. നിനക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്തെല്ലാം, നിനക്ക് ഏത് വിഷയത്തിനാണ് കുറവ് മാർക്ക് കിട്ടിയിരിക്കുന്നത്, നിനക്ക് വേണ്ടുന്ന പ്രത്യേക സഹായം, ആ വിഷയത്തിന് വേണ്ടുന്ന സഹായം ഞാൻ ചെയ്താലോ, അല്ലെങ്കിൽ നമുക്കൊരു ട്യൂഷന് പോയാലോ. ആ കുട്ടീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മനസ്സും കാണിക്കാത്ത, എന്നാൽ അവനെ വിമർശിക്കുന്ന സക്കറിയ. രണ്ടാമതായി, വയ്യാതെ കിടക്കുന്ന മാത്യുവിനോട് അവന് വേണ്ടുന്ന കുറച്ച് പൈസ സ്വരൂപിക്കാനുള്ളൊരു വഴി പോലും നോക്കി കൊടുക്കാതെ, അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാതെ പ്രാർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട്, പ്രവർത്തനങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രാർത്ഥന, അത് കാഴ്ചവെക്കുന്ന അയൽക്കാർ. മൂന്നാമതായി, ഒരു നിർധനനായ കുട്ടിക്ക് തൻ്റെ സമ്പത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരല്പം എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് അവന് നൽകിക്കൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തോമസ്. ഈ 3 പേരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സക്കറിയയെ പോലെ പ്രവൃത്തി മാത്രമോ മാത്യുവിൻ്റെ അയൽക്കാരെ പോലെ വിശ്വാസം മാത്രമോ ഉണ്ടായിരുന്നാൽ നമുക്ക് ലക്ഷ്യപ്രാപ്തി സാധിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി പോലും സാധിക്കുകയില്ല. എന്നാൽ മാത്യുവിനെ പോലെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും ഒരുപോലെ മുന്നിട്ട് നിന്നാൽ മാത്രമേ നിത്യജീവനിലേക്കുള്ള പടവുകൾ താണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മളെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന്. അപ്പോൾ പ്രവർത്തക പ്രസാദവരം നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അത് ടീച്ചറിൽ നിന്ന് വാട്സപ്പ് ചെയ്തു തരണം. ഇന്ന് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി അതാണ്. പ്രവർത്തക പ്രസാദവരം എനിക്ക് നേടിയെടുക്കണം എന്ന ചിന്തയോടുകൂടി സ്കൂളിൽ, ഇടവകയിൽ, കുടുംബത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അയച്ചു തരിക. അങ്ങനെ പ്രവർത്തക പ്രസാദവരത്തിൻ്റെ മഹനീയമായ മാതൃകകളായി തീരുവാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരു പ്രാർത്ഥനയോടുകൂടി, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം. കൈകൾ കൂപ്പി കണ്ണടയ്ക്കുക. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യബലികളോടും ചേർത്ത് അങ്ങേ പ്രിയപുത്രൻ്റെ പരിശുദ്ധ രക്തത്തെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്കായും ലോകത്തിലെ പാപികൾക്കായും സഭയിലെ പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.